അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ മാരേജ് നടന്നിട്ടുള്ളത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഇതിന്റെ ലീഗാലിറ്റി പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു വോൾക്കാനമാണ്, അഗ്നിപർവ്വതമാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. ആ പൊട്ടിത്തെറിക്കുമ്പോൾ കേരളത്തിന്റെ പേര് എടുത്ത് കാണിക്കുകയും ചെയ്യും. വൈറൽ താരം മൊനാലിസയുടെ വിവാഹം കേരളത്തെ അക്ഷരാർത്ഥത്തിൽ കുടുക്കിയിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇതൊരു മറ്റൊരു രീതിയിലേക്ക് മാറ്റി ഇതിനെ ഈ ഒരു കാര്യത്തെ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ये देख लो हिंदुओं, जिस प्रयागराज के महाकुंभ में जिस लड़की को आपने फर्श से उठा करके अर्श पर बैठाया, सम्मान दी, इज्जत दी, शोहरत दी और पैसा दिया, वो मोनालिसा फरमान खान की पत्नी बन गई है। यही लव जिहाद है। इसी के बारे में हर रोज बताते हैं, आपको चेताते हैं। और फरमान खान का षड्यंत्र देखिए, फंडिंग जिसने भी की वो अलग बात है, लेकिन फरमान खान उस लड़की को पिछले 6 महीने से ट्रैप कर रहा था। 6 महीने से प्रेम कहानी चल रही थी और अब केरल में जाकर के उसके साथ विवाह कर लिया। केरल में केरला स्टोरी 2 भी बन चुकी है, केरला स्टोरी 1 भी बन चुकी है। क्यों? क्योंकि केरल ही लव जिहाद का सबसे बड़ा केंद्र है, संगठित केंद्र है। और वहां की विडंबना ये देखिए कि केरल में जाकर के हिंदू उसका सत्कार कर रहे हैं और केरल में जाकर के मंदिर में वो सजदा कर रहा है। फरमान खान वो मंदिर की सीढ़ियों को चूम रहा है, वो हिंदू रीति रिवाज से विवाह कर रहा है, क्योंकि उसका मकसद केवल मोनालिसा को ले जाना है। उससे इस बात से फर्क नहीं पड़ता सजदा करके ले, मंदिर में करे या कहाँ करे। और इससे भी विडंबना की बात ये देखिए, केवल 1 घंटे के अंदर उसको विवाह का प्रमाण पत्र मिल जाता है। और दूसरी विडंबना जो हर लड़की के साथ है कि माँ बाप से उसे खतरा है। खतरा तो होगा ही होगा, क्योंकि आप लव जिहाद की शिकार हो चुकी हो। आपके अंदर उतना बुद्धि और विवेक नहीं है, आपकी उम्र कम है, आपको सोच समझ नहीं है। लेकिन हम हर रोज समझाने की बात करते हैं, हर रोज समझाते हैं, तब भी नहीं समझ पा रहे हो। ये बहुत बड़ा दुर्भाग्य है। अगली नजर आपकी बहन बेटियों पर है। सब सावधान हो जाओ, हर घर तक वीडियो को पहुंचाओ, क्योंकि ये बहुत बड़ा षड्यंत्र चल रहा है। आपको लगता है बहुत छोटी कहानी है, बहुत बड़ी कहानी है। इसके पीछे बहुत बड़ा षड्यंत्र है, बहुत बड़ी फंडिंग है। सारे मुल्ला मौलवी मौलाना, सारे मदरसे और मस्जिद इसी काम पर लगे हुए हैं। ഈ ഒരു വീഡിയോ അല്ല, ഇതുപോലെ പല വീഡിയോസ് ആണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഇതുപോലെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൊനാലിസ എന്ന് പറയുന്നവർക്ക് 16-17 വയസ്സേ ഉള്ളൂ എന്നൊരു കാര്യമാണ്. അതുപോലെ ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ മുസ്ലിം ആണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇത് കേരള സ്റ്റോറിയെ ശരിവെക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇവർ ഉന്നയിക്കുന്നത്. അതും അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കേരള സ്റ്റോറി 1, 2 ഒക്കെ ശരിയാണെന്ന് പറയുന്നുണ്ട്. ഇവരുടെ വീഡിയോ മാത്രമല്ല, മറ്റു വീഡിയോസിലൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പയ്യന്റെ കല്യാണം കഴിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഹിന്ദുക്കൾ സുരക്ഷിതമല്ല കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആണ് പലയിടത്തായി, അതായത് നോർത്ത് ഇന്ത്യയിലെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോകളൊക്കെ കൊമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാവുന്ന ഒരു കാര്യം, 90 മുതൽ 95% ആളുകളും ഇതിനെ എതിർക്കുന്ന ആളുകളാണ്. അതായത് കേരളത്തെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകളാണ് എന്നൊരു കാര്യമാണ്. അതിന് ഒരുപാട് റീസൺസ് ആണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറിന്റെ ആ ഒരു കോണ്ടന്റ് തന്നെയാണ് ആളുകൾ കൂടുതലും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു അഗ്നിപർവ്വതം പോലെയാണ്, എപ്പം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. കാരണം ഇനി ഈ മൊനാലിസയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ന്യൂസ് വരുമ്പോഴും കേരളം എന്നൊരു കാര്യം വരും. അത് പോസിറ്റീവ് ആയിരുന്നാലും ശരി, നെഗറ്റീവ് ആയിരുന്നാലും ശരി, കൂടുതലും വരിക നെഗറ്റീവിലായിരിക്കും കേരളത്തിന്റെ പേര് പരാമർശിക്കുക. കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി നമുക്കറിയാവുന്നതാണ്. നെഗറ്റീവാണ് ഏറ്റവും കൂടുതലായി വൈറലാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് നല്ല പ്രശ്നം തന്നെയാണ്. ഇതിൽ ഇവർ പറയുന്ന ഒന്നാമത്തെ പ്രശ്നം 18 വയസ്സായിട്ടില്ല, 17 വയസ്സാണ് എന്നുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവരൊരു പ്രസ് കോൺഫറൻസിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കോൺട്രവേഴ്സീസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസ് കോൺഫറൻസിൽ ഇവർ ആധാർ കാർഡ്, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അതിന് തെളിവാക്കി 18 വയസ്സായി എന്നത് തെളിവാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ തീരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ പറയുന്നത് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്നൊരു കാര്യമാണ്. രണ്ടാമത്തെ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച റിച്വൽസിന്റെ വകയാണ്. അതായത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് കല്യാണം കഴിച്ചത് എന്ന് പ്രസ് കോൺഫറൻസിൽ ഇവർ വ്യക്തമാക്കുന്നുണ്ട് മൊനാലിസ. എന്നാൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അമ്പലത്തിൽ നിന്നും കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഹിന്ദുക്കളാവണം, അല്ലെങ്കിൽ മറ്റേ ആൾ കൺവേർട്ട് ആവണം ആ കല്യാണം നടക്കുമ്പോഴേക്കും. പക്ഷേ ഇവിടെ യാതൊന്നും സംഭവിച്ചില്ല. രണ്ടുപേരും ഹിന്ദുവല്ല, ഒരാൾ മുസ്ലിമാണ്, ഒരാൾ ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്? അത് മാത്രമല്ല, ഇനി മുസ്ലിം
പേഴ്സണൽ ആക്ട് വെച്ചിട്ട് നടത്തുന്ന ആണെങ്കിലും അതും നടക്കില്ല. കാരണം അത് പ്രകാരവും രണ്ടുപേരും മുസ്ലിം ആവണം. പിന്നെ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് ആണ്. ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് 30 ദിവസം നോട്ടീസ് പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്നൊരു പ്രൊസീജിയർ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ മാരേജ് നടന്നിട്ടുള്ളത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഇതിന്റെ ലീഗാലിറ്റി പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം രാവിലെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് നമ്മളുടെ വിവാഹം കഴിപ്പിച്ചു തരണം എന്നാണ് പറഞ്ഞത്. വേറൊരു വിവാഹമാണ് വീട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് താല്പര്യമില്ല, എനിക്ക് ഇങ്ങനെ ഇവരെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ പോകുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്കും ഇവരുടെ കല്യാണം കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്ര തിടുക്കം എന്തിനായിരുന്നു? ഒരു നോർമൽ കേസിൽ ഒന്നാമത് ഇവർ രണ്ടുപേരും കേരളത്തിലെ ആളല്ല, മറ്റു സ്റ്റേറ്റിലെ ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ ഇവരെക്കുറിച്ച് ശരിയായ രീതിയിൽ അന്വേഷിച്ച് വേണ്ടേ ഈ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി? പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൊനാലിസയുടെ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ജസ്റ്റ് ഒരു അന്വേഷണം മതിയോ? കൃത്യമായ അന്വേഷണം വേണ്ടേ? ഇവൾ ആരാണ്, എന്താണ്, വയസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ അവൻ ആരാണ്, അവന്റെ പേരിൽ കേസുണ്ടോ, അവൻ എന്താണ്, അവൻ എങ്ങനെയാണ്, അവന്റെ സ്വഭാവം എങ്ങനെയാണ്, കാരണം എല്ലാം നോക്കണം. കാരണം ഈ ഒരു വിഷയം ഇനി എന്തെങ്കിലും നെഗറ്റീവായി സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് മൊണാലിസ അവരുടെ റിലീജിയൻ മാറുന്നു, ഈ ഒരു കാര്യം അവർ രണ്ടുപേരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മൊണാലിസയും ഭർത്താവും വ്യക്തമാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ ഏത് മതമാണോ വിശ്വസിക്കുന്നത് ആ മതം തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് യാതൊരു തരത്തിലുള്ള കൺവേർഷനും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പ്രസ് കോൺഫറൻസിൽ. എന്നിരുന്നാലും അഥവാ കൺവേർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കേരള സ്റ്റോറി പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നല്ലേ ആളുകൾ വിശ്വസിക്കുക? അത് മാത്രമല്ല, പല നോർത്ത് ഇന്ത്യൻ വീഡിയോസിലും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ലവ് ജിഹാദിനെ കേരള ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവർ കൺവേർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലേക്ക് മാറും? ഇനി അത് പോട്ടെ, മറ്റൊരു പോസിബിലിറ്റി, ഈ വ്യക്തിയെക്കുറിച്ച് കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആരാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. ഒരു പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊണാലിസയെ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പേരിലേക്കും ഈ പ്രശ്നം വരിക? കേരളത്തിന്റെ മേലാണ്, കേരള സർക്കാരിന്റെ മേലാണ് ഈ ഒരു പ്രശ്നം വരിക. കാരണം കൃത്യമായി അന്വേഷിക്കാതെ വിവാഹം കഴിച്ചു കൊടുത്തത് ആരാണ്? കേരളത്തിൽ വന്നതിന് ശേഷമാണ്, കേരളത്തിലെ ആളുകളാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രശ്നവും അങ്ങനെയാണ് വരിക. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു വോൾക്കാനമാണ്, അഗ്നിപർവ്വതമാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. ആ പൊട്ടിത്തെറിക്കുമ്പോൾ കേരളത്തിന്റെ പേര് എടുത്ത് കാണിക്കുകയും ചെയ്യും. കാരണം പല രീതിയിലും പല കാര്യങ്ങളും നമുക്കിപ്പോൾ തന്നെ അറിയാം. കേരള സ്റ്റോറി 1, 2 ഒക്കെ പറഞ്ഞ് കേരളത്തെ എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട് കേരളത്തിന് പുറത്ത്. കേരളത്തിനുള്ളിൽ ചില ആളുകളുണ്ട്, കേരളത്തിന് പുറത്ത് കൂടുതലാണ്. കേരളത്തിനെ എങ്ങനെയൊക്കെ തരം താഴ്ത്താം എന്നൊരു കാര്യം, അവരുടെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും? ഇത് കുറച്ചുകൂടി മെച്യൂർ ആയിട്ട് ചിന്തിച്ച് എടുക്കേണ്ട ഒരു ഡിസിഷൻ ആയിരുന്നു. അതായത് കൃത്യമായി അന്വേഷിച്ച്, അല്ലാതെ ഇതിൽ കുറെ ആളുകൾ പറയുന്നത് PR വർക്കാണ്. എനിക്കും തോന്നി PR വർക്കാണ്. കാരണം ഒരുപാട് വീഡിയോസ് ആണ്, അതായത് റീൽസ്, ഷോർട്സ് ഒക്കെയാണ് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിയാണ്, ഇത് യഥാർത്ഥ കേരള സ്റ്റോറി തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്തെങ്കിലും ആ ഏജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ആളുകൾ ശരിക്കും കാണിക്കാൻ പോകുന്ന ദ റിയൽ കേരള സ്റ്റോറി.